ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡൗ ജോൺസ് 436 പോയിൻറ്റും S&P 55 പോയിൻറ്റും നസ്ഡാക്ക് 194 പോയിൻറ്റും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് നല്ലൊരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 77 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ 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 വലിയൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25,225 തോന്നുന്നു ലോ വന്നിട്ടുള്ളത്. 25,260 അവിടെ നിന്ന് നേരെ എത്ര വരേക്കും പോയി? 25,565 വരേക്കും മാർക്കറ്റ് പോയി. ബുള്ളിഷ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്രയും വലിയൊരു ബുള്ളിഷ് 25,500 മുകളിലോട്ട് മാർക്കറ്റ് പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. 25,400 450 ആ ഒരു റേഞ്ചിലൊരു റിജക്ഷൻ പ്രതീക്ഷിച്ചതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച്. എങ്കിലും നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. ഇന്നലത്തെ ലെവൽസ് പറഞ്ഞിരുന്നത് ഇതിന് മുകളിൽ 15 മിനിറ്റ് ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് ലൈവ് മാർക്കറ്റിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 25,440 എന്ന് പറയുന്നത് ഇന്നലെ ലൈവ് മാർക്കറ്റിൽ വരച്ചതാണ്. അവിടെ നിന്നാണ് റിജക്ഷൻ വന്ന് താഴോട്ട് വന്നു. വീണ്ടും ഇവിടെ നിന്ന് റിജക്ഷൻ വന്നു. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു. മാർക്കറ്റ് എന്നാലും ഇവിടെ ഒരു ക്ലോസിങ് വന്നുവെങ്കിലും താഴോട്ട്, പിന്നെ അവിടെ മുകളിലാണ് സസ്റ്റെയിൻ ചെയ്തിട്ട് പിന്നെ നേരെ മുകളിലോട്ട് പോയത്. ഇന്ന് ഞാൻ ഡേറ്റ നോക്കിയാൽ മാർക്കറ്റ് മിക്കവാറും ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യത വീണ്ടും കാണുന്നുണ്ട്. മിക്കവാറും ഒരു സൈഡ് വൈസ് ആകാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും മാർക്കറ്റ് ഒരു ബെയറിഷിലോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ചെറിയൊരു താഴോട്ടൊരു റീട്രേസ്മെൻറ്റിന് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ടൊരു വലിയൊരു ഫോളിലോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യത നിലവിലില്ല ഇന്നലത്തെ ഡേറ്റ അനുസരിച്ച്. ഇന്ന് മാർക്കറ്റ് താഴോട്ട് ഏകദേശം 25,400 മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ ഇതനുസരിച്ച് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിനാണ് സാധ്യത കൂടുതൽ. എന്നാലും മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ 25,403 ആയിരിക്കും മാർക്കറ്റിനൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ നോക്കുക, താഴോട്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ മാത്രമേ താഴോട്ട് നോക്കാവൂ. അല്ല മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് ഒരു ബുള്ളിഷിന് വേണ്ടിയിട്ടൊരു റിവേഴ്സൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ടാർഗറ്റ് ഏകദേശം 25,600 ചെറിയ ടാർഗറ്റേ ഉള്ളൂ. മുകളിലോട്ട് 600-640 വരയ്ക്കും മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. ഇനി ഒരു ഗ്യാപ്പ് അപ്പാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ മുകളിലോട്ട് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു റിജക്ഷനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ പറയാനുള്ള കാരണമെന്ന് പറയുന്നത്, നമ്മൾ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടുത്തെ ഒരു ഡേ ക്യാൻഡിലിൻ്റെ സപ്ലൈ സോൺ ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒക്ടോബർ 1 കഴിഞ്ഞ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് വരുമ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇവിടെ ഒരു ഡേ ക്യാൻഡിലിൻ്റെ സപ്ലൈ സോണുണ്ട്. സപ്ലൈ സോൺ കഴിഞ്ഞിട്ട് അവിടെ ഒരു പ്രോ ഗ്യാപ്പ് ഉണ്ട്. ഇല്ല, ഇവിടെ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രോ ഗ്യാപ്പ് ഉണ്ട്. സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസ് പഠിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ ഒരു പ്രോ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, അപ്പം ആ ഒരു പ്രോ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് ഇന്ന് എൻട്രി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീക്ക്ലി പ്രീ മാർക്കറ്റിൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ചത്തെ വീക്ക്ലി പ്രീ മാർക്കറ്റിൽ പറഞ്ഞതാണ്. ജൂൺ
അവസാനിക്കുന്നതിന് മുന്നേ മാർക്കറ്റ് ഏകദേശം 26,000 എത്തുവാൻ സാധ്യത ഉണ്ട് എന്ന് മാർക്കറ്റ് ഇപ്പോൾ തന്നെ 25,600 അടുപ്പിച്ച് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു സപ്ലൈ സോണിൽ മാർക്കറ്റ് റിജക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് അപ്പിൽ ഇത് ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോകണം. ഇവിടുത്തെ പെൻഡിങ് ഓർഡർ എടുക്കാൻ എന്തായാലും ഒരു 2-3 ദിവസമെങ്കിലും മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിജക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവിടെ ഒരു പ്രോ ഗ്യാപ്പ് ഉണ്ട് നമുക്ക്, പിന്നെ ഇവിടെ സ്ട്രോങ് സപ്ലൈ സോൺ ഡേ ക്യാൻഡലിൻ്റെ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ എവിടെ എത്തിയാലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ നിന്ന് മിക്കവാറും ഒരു സെല്ലിംഗ് പ്രഷർ കൊടുക്കാൻ സാധ്യതയുണ്ട് മാർക്കറ്റിൽ. അപ്പം ശ്രദ്ധിക്കുക, ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ഇത് വന്നിട്ടൊരു സെല്ലേഴ്സ് ഏരിയ ആണ്. അപ്പം ഇതിനകത്ത് കൊണ്ടുപോയിട്ട് ഈ ഒരു സോണ് PS'd ആവാത്തിടത്തോളം കാലം, PS'd ആയിക്കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ടിലിട്ട് മാർക്കറ്റ് പിടിക്കാം. ഇതൊരു PS ആവാണ്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതെപ്പോഴും ഒരു സപ്ലൈ സോണാണ്, ഒരു സെല്ലിംഗ് ഏരിയ ആണ്. ഇവിടെ ഇതിനകത്ത് കൊണ്ടുപോയിട്ട് ബൈ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇതിനകത്തിട്ട് ഓപ്ഷനോ ഫ്യൂച്ചേഴ്സോ ബൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിൽ വരുന്ന സപ്ലൈ സോണുകളെല്ലാം സെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ ഇന്നലെ സ്ട്രോങ് ബൈയിങ് ആയിരുന്നു. FIS ഏകദേശം 12,594 കോടിക്ക് ബൈയിങ് ആയിരുന്നു സ്റ്റോക്ക്. അതുപോലെ തന്നെ DAS ചെറിയൊരു സെല്ലിംഗ് ആയിരുന്നു, 195 കോടിക്ക് സെല്ലിംഗ് ആയിരുന്നു. ബാക്കി ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഡേറ്റ എന്ന് പറയുന്നത് ഫുള്ള് നമ്മുടെ വീക്കിലി മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് അതിൻ്റെ ഡേറ്റയാണ്. എന്നാലും നെക്സ്റ്റ് വീക്കിൻ്റെ ഡേറ്റ കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. FIS നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് 73,440 ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും 76,941 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. പ്രോ 1.81 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. അതുപോലെ തന്നെ 69,103 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈയിങ് ആണ്. ക്ലൈൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.55 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും 1.61 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും സെല്ലിംഗ് ആണ്. ഞാൻ നേരത്തെ മാർക്കറ്റ് ചിലപ്പോൾ ബുള്ളിഷ് എന്ന് പറഞ്ഞിരുന്നു. മാർക്കറ്റ് മിക്കവാറും ഒരു സൈഡ് വേസിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്നലത്തെ ഡേറ്റ എക്സ്പയറി ഡേറ്റ ആയതുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടൊരു അക്യുറസി കിട്ടത്തില്ല. എന്നാലും എൻ്റെ ഒരു പ്രഡിക്ഷൻ അനുസരിച്ച് മിക്കവാറും മാർക്കറ്റ് ഒരു സൈഡ് വേസിന് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. ചെറിയൊരു ബുള്ളിഷ് ചിലപ്പം കിട്ടിയേക്കും. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് നടന്നിരിക്കുന്ന 25,000-ലും ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്ന 26,000-ലുമാണ്. താഴോട്ടെല്ലാം സ്ട്രോങ് സപ്പോർട്ടുകളാണുള്ളത് മാർക്കറ്റിൽ. 25,500, 25,400, 25,300, പിന്നെ വരുന്നത് 25,200-ലാണ് ഏറ്റവും കൂടുതലുള്ളത്. 25,000 കഴിഞ്ഞാൽ 25,200-ഉം 25,500-ഉമാണ് സ്ട്രോങ് സപ്പോർട്ട് വരുന്നത്. വലിയ റെസിസ്റ്റൻസ് ഉള്ളത് 26,000-ലാണ്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോവാം. ഇൻട്രാഡേ ചാർട്ടിൽ ഇന്നലത്തെ ഒന്നും പറയാനില്ല. മാർക്കറ്റ് കൃത്യമായിട്ട് നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും എല്ലാം എടുത്തു. മാർക്കറ്റ് ഇതാ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, മുകളിൽ പോയി, ഇവിടെ നിന്ന് കൃത്യമായിട്ട് താഴോട്ട് വന്നു, വീണ്ടും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി. ഇന്ന് വൈഡ് CPR ആണ് മാർക്കറ്റിൽ. ഏകദേശം 25,413 മുതൽ 502 വരയ്ക്കാണ്. ഏകദേശം 90 പോയിൻറ്റിൻ്റെ CPR ആണ്. ഞാൻ താഴോട്ട് വേറെ ലെവൽസ് ഒന്നുമില്ല. ഇത് ഇന്നലെ ലൈവ് മാർക്കറ്റിൽ വരച്ചതാണ്. മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനുള്ളിൽ ഓപ്പൺ ചെയ്താൽ, അതായത് 25,632-നും 25,657-നും ഇടയ്ക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ആദ്യത്തെ 5 മിനിറ്റ് അല്ല, പ്രീ മാർക്കറ്റ് ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,657-ന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ആ സമയത്തുള്ള ഫ്യൂച്ചേഴ്സ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. റിസ്ക് ആയിരിക്കും, എന്നാലും ഇതിനുള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ
25,657 മുകളിൽ സ്റ്റോപ്പ് ലോസ്. കൃത്യമായിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഫീച്ചേഴ്സിൽ എൻട്രി നോക്കാം. ഫീച്ചേഴ്സ് സെല്ല് ചെയ്യാം. ടാർഗറ്റ് CPR വയ്ക്കാം. 25,459, 25,480. ഇന്നലത്തെ ഹൈ ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക. രണ്ടാമത്തെ ടാർഗറ്റ് 25,489, 25,480. കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. പെട്ടെന്നൊരു സ്പൈക്ക് മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൽ സ്റ്റോപ്പ് ലോസ്, വലിയ സ്റ്റോപ്പ് ലോസ്, നമുക്ക് വലിയ ലോസ് വരും. അപ്പം കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. എൻട്രി എടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഇതിനുള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മിക്കവാറും ഇവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രോ ഗ്യാപ്പിനകത്താണ് മാർക്കറ്റ് ഓപ്പണിംഗ് വരുന്നത്. പ്രോ ഗ്യാപ്പിനകത്ത് എവിടെ വേണമെങ്കിലും സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും സെല്ലേഴ്സ് ഏരിയയിൽ പോയിട്ട് ബൈ ചെയ്യാൻ നിൽക്കരുത്. അത് എത്ര വലിയ ഇൻഡിക്കേറ്റർ സിഗ്നൽ തന്നാൽ തന്നെയും ഇതിനകത്ത് സെല്ലേഴ്സ് ഏരിയക്കകത്ത് നമുക്ക് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് ആ സമയത്ത് മാത്രമേ ചെയ്യാവൂ. പക്ഷേ ആ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് ബൈയിങ്ങിലോട്ട് പോകാവൂ. അല്ലാത്തിടത്തോളം കാലം സെല്ലേഴ്സ് ഏരിയ എന്ന് പറയുന്നത് സെല്ല് ചെയ്യാനുള്ളതാണ്. 632, 657 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 747, 762 ആയിരിക്കും അടുത്ത ടാർഗറ്റ്. ഇതിന് മുകളിൽ ഒരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ, ഈ ഒരു ഏരിയയിൽ ഓപ്പണിംഗ് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ടാർഗറ്റിലോട്ട് പോവുക. 25,747, 25,762. ഇതിന് താഴെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് CPRലോട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലുള്ള കൺസോൾട്ടേഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമുക്ക് ലൈവ് മാർക്കറ്റിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക്